കേരളത്തിൽ മാത്രമല്ല പ്രശ്നം ഇന്ത്യയിൽ പലയിടത്തും പ്രശ്നങ്ങളാണ്. പക്ഷേ ഇന്ന് കലാസാംസ്കാരിക വേദികൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ സിനിമകൾ എടുത്തുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന പലതും അവർ സിനിമകളിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്, പച്ചയായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെയും ഞാനിതിനകത്ത് കണ്ടിട്ടുള്ള എന്നെ ആകർഷിച്ച് ഞാനെന്നൊരു വ്യക്തി പലപ്പോഴും സമൂഹത്തിനകത്ത് ഈ തെറ്റുകൾ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ഇവരെ എന്തിന് ഈ കോടതിക്കും നിയമത്തിനൊക്കെ വിട്ടുകൊടുക്കണം? ഇപ്പം കസബിൻ്റെ കേസാണെങ്കിൽ ശരി, അത് കോടതി പെട്ടെന്ന് തീരുമാനമാക്കിയാൽ എല്ലാം തീരുമാനമായി. സോ അങ്ങനെ എല്ലാ കേസുകളിലും കാണുന്നില്ല. ഇപ്പോൾ രാജീവ് ഗാന്ധി വധക്കേസ് കഴിഞ്ഞു, 26 വർഷം കഴിഞ്ഞിട്ടും അതിൽ കുറ്റവാളികളായിട്ട് തൂക്കിക്കൊല്ലാൻ വെച്ച 4 പേരും അവരിപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ പെട്രോളിന് മുകളിൽ 1 ലിറ്ററിന് മുകളിൽ 23 രൂപ ടാക്സ് അടിച്ചിട്ട് കയറ്റുന്നുണ്ട്. ഈ പൈസയാണ് ഇതിനൊക്കെ പോകുന്നത്. അപ്പോൾ എൻ്റെ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, നിങ്ങൾ മനുഷ്യാവകാശം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഞാനെന്ന വ്യക്തി ചിന്തിക്കുന്നത് സമൂഹത്തിൽ പ്രഥമ ദൃഷ്ടി. ഇപ്പോൾ സൗമ്യ വധക്കേസ്, പൊന്നുച്ചാമി എന്താണ് അവൻ്റെ പേര്, ഒരു പൊന്നുച്ചാമി എതിർത്ത് ഈ ഒറ്റക്കൈയാണ്. ഇവൻ ഈ 1.5 കൈയും വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവൻ എന്ത് മനുഷ്യാവകാശമാണ്? നിങ്ങളിപ്പോൾ അവനെ ജയിലിൽ പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്, ജീവപര്യന്തമാക്കിയത്. സോ ഇവന് പുട്ടടിക്കാനുള്ള പൈസ നമ്മൾ കാലത്ത് അധ്വാനിച്ച് ഓഫീസിൽ പോയി അല്ലെങ്കിൽ കൂലിവേല എടുത്ത് എന്തെങ്കിലും ചെയ്തിട്ട് കാശുണ്ടാക്കിയിട്ട് അത് കൃത്യം മാർച്ച് 31-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇൻകം ടാക്സും ഫയൽ ചെയ്തിട്ട് അതിൽ നിന്ന് വേണം ഇവരെ തിരിപ്പറ്റാൻ. വൈ ഷുഡ് യു എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. എനിക്ക് അങ്ങനെയുള്ള വലിയ മനുഷ്യാവകാശവും മനുഷ്യരോടുള്ള സഹതാപമൊന്നുമില്ല. കാരണം ഞാൻ തീവ്രവാദം കണ്ടിട്ടുണ്ട്. തീവ്രവാദികളാൽ ഇന്ത്യക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഇന്നും ജീവനോടെ ഇരിക്കുന്നൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ ആ സമയത്ത് ഞാൻ പലപ്പോഴും മരിച്ചു പോവാമായിരുന്നു. അതെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകും. അപ്പം അങ്ങനെയുള്ള ഞാനെന്ന വ്യക്തിക്ക് ഇതുപോലുള്ള സിനിമകൾ അത്യാവശ്യമാണ്. ബിക്കോസ് ഇതിലവസാനം അങ്ങനെയാണ്. ആ തീരുമാനം എന്നുള്ള പേര് അതാണത്. തീരുമാനം ആരെടുക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളായിട്ടുള്ള ജനങ്ങളാണോ? പിന്നെ ചോദിക്കും, അപ്പം ഈ കോടതിയിൽ നിന്നൊക്കെ എന്തിനാണെന്നുള്ളത്. ശരിയാണ്, അതൊരു കൺട്രോൾ വേണം. ആ കൺട്രോളില്ലെങ്കിൽ എല്ലാവരും പേപ്പട്ടികളെ പോലെ റോട്ടിലിറങ്ങിയിട്ട് വെട്ടിക്കൊന്ന് കിടക്കാം. അപ്പോൾ അതിന് നിയമമെല്ലാം വേണം. പക്ഷെ ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെൻറ്റുകൾ ഇവർക്ക് ഇതുപോലുള്ള കുറ്റവാളികൾക്ക്, സ്ത്രീകളോട് അട്രോസിറ്റീസ്, 4 മാസം പ്രായമായിട്ടുള്ള കുട്ടിയെപ്പോലും റേപ്പ് ചെയ്യാനുള്ള മനോസ്ഥിതിയുള്ള ഇന്നത്തെ ഈ സമൂഹത്തിനകത്തുള്ള ആ ഒരു രൂപത്തിലുള്ള മനുഷ്യന്മാരെ നമ്മൾ എന്ത് മനുഷ്യാവകാശമാണ് കാണിക്കുന്നത്? നമ്മൾ അവരോട് എന്താ കാണിക്കുന്നത്? ഒരു 80 വയസ്സായിട്ടുള്ള അമ്മൂമ്മയെ പോലും റേപ്പ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ തോന്നും ഇതുപോലുള്ള സിനിമകൾ കാണിക്കുന്നത് അത് കറക്റ്റ് കേട്ടോന്നില്ല. പക്ഷേ നമ്മളിന്നൊരു സാംസ്കാരികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ഡെവലപ്പായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ്. അപ്പോൾ അവിടെ നിങ്ങളതിനെ ഞങ്ങളുടെ കൾട്ട് മനോഭാവം എന്ന് എന്ത് പറഞ്ഞാലും ശരി, ആ ഒരു കൺട്രോൾ വേണം. ഈ കോടതിയും ഇതൊക്കെയുള്ള ആ ഒരു ഭയം ഉള്ളത് കൊണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും, ഇപ്പോൾ രാജസ്ഥാനിലും UP-യിലും ബീഹാറിലൊക്കെ ചില സമയത്ത് നാട്ടുകാർ ചിലരെ തല്ലിക്കൊന്ന ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ തല്ലിക്കൊല്ലപ്പെട്ടവൻ അവിടുത്തെ അത്രയും വലിയ ഭീകരനായിരിക്കും. ഭീകരൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരെ റേപ്പ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അവരുടെ അട്രോസിറ്റീസ് എല്ലാം കാണിച്ചിട്ട് ജനങ്ങൾ മടുത്ത് പോലീസൊന്നും ചെയ്യുന്നില്ല എന്ന് വരുന്ന സമയത്ത് ഈ ജനങ്ങൾ കിട്ടിയ സാധനം ആയുധം എടുത്തിട്ട് വെളി വന്നിട്ട് അല്ലെങ്കിൽ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലണം. അവിടെ അവൻ്റെ വികാരം എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്ത് എന്നുള്ള അതാണ് തീരുമാനം എന്നുള്ള സിനിമയ്ക്കകത്തും അതിൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ ഒരു സിനിമയിൽ കൂടെ നമ്മുടെ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഇന്ന് കേരളം എടുക്കുന്നുണ്ട്. പക്ഷേ UP-യിലെ ബീഹാറിലൊന്നും ഇതുപോലുള്ള സിനിമ അവിടെ ഒന്നാമത്തെ സിനിമയ്ക്ക് സ്കോപ്പില്ല. അവിടെ എല്ലാം ഒറ്റ ബ്രാക്കറ്റാണ് ബോളിവുഡ് എന്നുള്ളത്. അത് ബോംബെയിലുണ്ടാക്കും.
അപ്പം ഇവിടെ നിന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള സിനിമകൾ ജനങ്ങൾ കണ്ടിട്ട് വിലയിരുത്തണം എന്നുള്ളൊരു വിശ്വാസക്കാരൻ. വെറും ആർട്ടിസ്റ്റുകൾ മാത്രം, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ മാത്രം പടങ്ങൾ ചെയ്യാൻ തയ്യാറായി വരുന്ന പ്രൊഡ്യൂസേഴ്സ്, അതില്ലെങ്കിൽ അവർ ചെയ്യില്ല. അപ്പോൾ അവർ പ്രൊഡ്യൂസേഴ്സ് അല്ല, അവർ കച്ചവടക്കാർ. അപ്പോൾ ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഓക്കെ, എൻ്റെ 10-80 ലക്ഷം പോയാലും അതെങ്ങനെ തിരിച്ചിട്ടെന്നുള്ള എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത്, ഈ ഡയറക്ടറുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുന്നതാണ്, ഹൗ വിൽ യു ഗെറ്റ് ഇറ്റ് ബാക്ക്? മേജറോടെ മോഹം കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. പക്ഷെ കഥയ്ക്കകത്തൊരു കണ്ടൻ്റ് ഉണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പല സിനിമകളും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് എന്നുള്ള സിനിമ തുടങ്ങിയ സമയത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല തിയേറ്ററിനകത്ത്. ജോജോ എൻ്റെ അടുത്ത് ഞാൻ പിന്നീട് പടം കണ്ടിട്ടാണ് അവനെ വിളിച്ച് ഞാൻ പറഞ്ഞു, നീ രക്ഷപ്പെടാതെ. കാരണം അത് പിന്നെ മൗത്ത് പബ്ലിസിറ്റിയിൽ പോവാണ്. അപ്പോൾ ഒരു 10 പേര് പടം കണ്ടിട്ട് ആ സിനിമയെ നല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിനാണ് ഇതുപോലുള്ള സബ്ജക്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷേ അവിടെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പഠിപ്പും വിദ്യാഭ്യാസമുള്ളവരല്ലേ? അപ്പോൾ എന്താ നമ്മളെ ഒതുക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ട്, പക്ഷെ നമ്മൾ മനുഷ്യരാണ്. ഈ വികാരം, ഇത് എൻ്റെ കുട്ടീനെ ആരും റേപ്പ് ചെയ്തില്ല അതുകൊണ്ട് ഞാനെന്തിനു റിയാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് താൻ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവനല്ല. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാനൊരു ബാക്ക് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങിയ സമയത്ത് പലപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം എന്നെ രാഷ്ട്രീയക്കാരനാക്കി, എന്നെ ഇന്ന പാർട്ടിക്കാരനാക്കി, ഇന്ന ജാതിക്കാരനാക്കി, ഇന്ന മതക്കാരനാക്കി, ഇതെല്ലാം കലങ്ങി തെളിയാൻ ഒരു പ്രളയം വേണ്ടി വന്നു. ഒരു പ്രളയം വന്നപ്പോൾ അവിടെ യഥാർത്ഥത്തിലുള്ള മേജർ രവി ആരെന്നുള്ളത് അത് ദൈവമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാൻ ആരെന്നുള്ളത് കാണാൻ സാധിച്ചു അവർക്ക്. ഇയാൾക്ക് രാഷ്ട്രീയവും പാർട്ടിയും ജാതിയും മതവും ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഞാൻ ബാക്ക് സീറ്റ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ശബ്ദിക്കുന്നത്? ഞാൻ ശബ്ദിക്കുന്ന സമയത്ത് അതിന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയില്ല, അതിൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ചില ആളുകൾ. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നു, ഇന്ന് എത്ര രാഷ്ട്രീയക്കാരുണ്ട്? എനിക്ക് അവരുടെ ചോദ്യം ഞാൻ കാണുന്നത് മുഴുവൻ, ഞാൻ അറിയുന്ന കുറച്ച് രാഷ്ട്രീയക്കാരടക്കം അവർ ചോദിക്കും, ചേട്ടാ ഞാനിതൊക്കെ ചെയ്താൽ എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം ചോദിക്കുന്ന കുറച്ചെണ്ണത്തിനെ ഞാൻ കണ്ടിരുന്നു. അതല്ലാതെ നമുക്കെന്ത് ചെയ്യാം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രാഷ്ട്രീയക്കാരെ ഇനിയും എനിക്ക് കാണണം. അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു ദിവസം വരുന്ന സമയത്തായിരിക്കും നമുക്ക് പിന്നെ ഇതുപോലുള്ള സിനിമ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നിയമത്തിൽ വിശ്വസിക്കാം. പിന്നെ നമുക്ക് നിയമത്തിൽ ഇന്നും വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് കുറേയൊക്കെ ജീവിച്ചു പോകുന്നത്. ഈവൻ ചില ജഡ്ജിമാരടക്കം ചില കേസുകൾ നമ്മൾക്ക് അതിൻ്റെ വിധി വരുന്ന സമയത്ത് അറിയാം, അദ്ദേഹത്തിൻ്റെ ഈ മനുഷ്യത്വം അതിനകത്ത് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പെന്ന് എഴുതി. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം വിധി എഴുതുന്ന ആ കുറ്റവാളി ചെയ്തിട്ടുള്ള കുറ്റം ചെയ്തിരിക്കുന്ന ആ ഒരു പെൺകുട്ടി, ആ ഇരയായി പോയിരിക്കുന്ന ഒരു പെൺകുട്ടിയെപ്പോലുള്ള ഒരു പെൺകുട്ടി ഈ ജഡ്ജി അദ്ദേഹത്തിൻ്റെയും വീട്ടിലുണ്ട് എന്നുള്ളത് ആ വിധി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും മനുഷ്യരാണ്. പക്ഷെ ഇവിടെ ഫ്രസ്ട്രേഷൻ. പിന്നെ ഞാൻ എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാനൊരു ഹിന്ദു മിത്തോളജിയിൽ വിശ്വസിച്ച് ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ കലിയുഗം എന്ന് പറയുന്നത് ശരിയാണ്, അതെല്ലാം വരികയാണ്. ഇപ്പം അവിടെ കലിയുഗം വരുന്ന സമയത്ത് അച്ഛനെയോ അമ്മയോ വേർതിരിച്ചറിയില്ല, അമ്മയും പെങ്ങളെയും ഇവന് കണ്ടാൽ മനസ്സിലാവില്ല. ആ ഒരു കാലം വരുമെന്ന് പറഞ്ഞ് ശരിയാണ്. ഇന്നിപ്പോൾ നമ്മൾ അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പെങ്ങളെ വീട്ടിലിട്ട് റേപ്പ് ചെയ്തുകൊണ്ട് എത്രയോ കേസുകൾ പുറത്ത് വരുന്നില്ല. ആ പെൺകുട്ടി മിണ്ടാതിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അതെൻ്റെ സഹോദരനായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ അച്ഛനായിപ്പോയി. ഇതാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചില വീറും വാശിയൊക്കെ മനസ്സിനകത്തുള്ളത് അത് ചിലപ്പോൾ പുറത്തു വരും. കുറ്റം കാണുന്ന സമയത്ത് പലയിടത്തും വന്നിട്ടുണ്ട്. പിന്നെ അത് ഒതുങ്ങിയിട്ട് ഞാൻ പറയും, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പണമുണ്ടെങ്കിൽ നിനക്ക് എന്തു ആവാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ സമൂഹം. അത് മാറ്റേണ്ട സമയമായിരിക്കുന്നു. സോ വി നീഡ് ഫിലിംസ് ലൈക്ക് ദിസ്. ഇതുപോലെ തന്നെയുള്ള ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, പല സിനിമകളും വെറും തമാശയും ചിരിയും മാത്രമല്ല, ഇതുപോലുള്ള ചില സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് അതും വേണം. പലരെയും ചിന്തിക്കാൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യണം. യു തിങ്ക് വാട്ട് ക്യാൻ വി ഡു എന്നുള്ളത്. ഒരുപക്ഷെ നമുക്ക് പലരുടെയും മനസ്സ് ഒരാൾ ഈ സിനിമ കണ്ടിട്ട് തോന്നും, അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് നോട്ട് ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ
എൻ്റെ കൈകൊണ്ട് ഇതുപോലുള്ള അബദ്ധങ്ങൾ വരരുത് എന്നും മാനസാന്തരം വരാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമ എടുത്തിട്ടുള്ള പ്രൊഡ്യൂസർക്ക് അയാൾ കിട്ടേണ്ട ഏറ്റവും വലിയ അവാർഡായിരിക്കും അത്. അപ്പം അതിനെ ചിരിച്ചു തള്ളേണ്ടതല്ല ഇതുപോലുള്ള സിനിമകൾ. ഇന്ന് തിയേറ്റർ കൊടുക്കാൻ തുടങ്ങി. ഒരു 10-20 തിയേറ്ററെങ്കിലും കിട്ടുന്നുണ്ട് പലർക്കും. മറ്റതുപോലും ഉണ്ടായിരുന്നില്ല. അപ്പം അതിനെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ്, ഇതൊരു കൂട്ടായ്മയാണ്. ഇതെല്ലാം സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു സിനിമയിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെറും കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഇത്. ഇറ്റ് ഈസ് സംതിങ് വിച്ച് വിൽ ബി യൂസ്ഫുൾ ഫോർ ദ സൊസൈറ്റി. സോ ഐ വിഷ് ദീസ് കൈൻഡ് ഓഫ് ഫിലിംസ്, ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരണം, ജനങ്ങൾ പോയി കാണണം. അല്ലാതെ ഞാനിപ്പോൾ എല്ലാവരും ടി വിയിൽ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കുടുംബസമേതം പോയിട്ട് തിയേറ്ററിൽ പോയി കാണണം കേട്ടോ എന്ന് പറയുന്നത്, അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടാൽ മതി. പക്ഷേ ഇതുപോലുള്ള സിനിമകളെ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം വളർന്നു വരുന്ന ഈ കുട്ടികൾ, നിങ്ങളെ അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് പറയുന്ന സമയത്ത് പറഞ്ഞ കുട്ടികളോട്, മോനെ ഇതുപോലെ തെറ്റ് ചെയ്താൽ നാളെ നീ ഇതുപോലെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന പോലെ ജനങ്ങൾ തല്ലിക്കൊല്ലും. സോ അതുപോലെ ആവരുത് നീ എന്ന് പറയാൻ ഇന്ന് സന്ധ്യാസമയങ്ങളിലിരുന്ന് മഹാഭാരതമോ രാമായണമോ ഇരുന്ന് പറഞ്ഞ് കഥ കൊടുത്തിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊരു സിനിമയെങ്കിലും പോയി കണ്ടിട്ട് ഇതുപോലെ പറഞ്ഞിട്ട് ഇത് ചെയ്യരുത് കേട്ടോ എന്ന് പറയാൻ ഒരു ഉദാഹരണമായിട്ടുള്ള സിനിമയായിട്ടെങ്കിലും കാണുക. ഈ കഥ പറയാൻ വരുന്ന സംവിധായകൻ അല്ലെ, ഞാൻ എൻ്റെ സംവിധായകൻ ഉണർന്നിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഞാനത് ഇൻവോൾവ് ചെയ്യും. ഞാൻ അപ്പം അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും. ഞാനൊരു ന്യൂട്രലായിട്ടിരുന്നൊരു കഥ കേൾക്കുകയാണ് അഭിനയിക്കാനുള്ളത്. ആ സമയത്ത് ഞാൻ ഒരിക്കലും സംവിധായകനാവില്ല. ഞാൻ ഈ ക്യാരക്ടറിനെയാണ് നോക്കുന്നത്. ഈ ക്യാരക്ടറിനകത്ത് ഞാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അതിലെന്നെ ഉണർത്തുന്നതായിട്ടുള്ള ക്യാരക്ടറാണ് ഇതുപോലെ വരുന്നത്. സമൂഹത്തിൽ ഇതുപോലെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കയ്യോ കാലോ ഓടിക്കാനുള്ള വികാരമുള്ള ഒരു മനുഷ്യൻ, അതാണ് എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പല സിനിമകളിലും ഇപ്പോൾ ഓരോ സെറ്റിലായിട്ട് വരുന്ന ക്യാരക്ടറാണെങ്കിൽ ശരി, നമ്മൾ ക്യാരക്ടറിലേക്കാണ് പോയി, പിന്നെ ഡയറക്ടർ പറയുന്നത് നമ്മളങ്ങ് ചെയ്യാന്നുള്ള. അപ്പം അതിലൊരിക്കലും രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടറിനെ ഞാൻ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. കഥയിൽ യെസ് ഇന്നതാണ് വേണ്ടത്, ഞാൻ പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഐ ഡു ദിസ്. ആ പല പോലീസ് ഓഫീസർ വേഷങ്ങൾ ചെയ്യുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ വരുന്ന സമയത്ത് അതാണ്. മറ്റത് ഇപ്പം ഞാൻ ആക്ഷൻ ഹീറോ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിലെന്നെ എല്ലാവരും കാണുന്നത് ഒരു കണിച്ചക്കാരനാണ്. പക്ഷേ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ചിരി വരും. പറയുന്നത് ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റാത്ത കമ്മീഷണറും ഉണ്ട്, ശരിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരിക്കലും ഡയറക്ടറെ ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. ആ ക്യാരക്ടറിനെ കണ്ടു ഇഷ്ടപ്പെട്ടു, ഐ ഡു ഇറ്റ്. അല്ലാതെ ഇങ്ങനെയുള്ള സിനിമകൾ പലതും സിനിമകൾ വരുന്ന സമയത്ത് നമ്മളൊരു കാശിന് വേണ്ടി മാത്രമായിരിക്കില്ല സിനിമ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയൊരാളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞിരാമൻ്റെ കുപ്പായം, സിദ്ദിഖ് ചെയ്ത പടം. അതിനകത്ത് ഞാനൊരു ഹാജിയറായിട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുടെ അടുത്തേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഈ സിനിമയ്ക്കും. അവിടെ എത്തുമ്പോൾ ആ ഹാജിയാർ എന്നുള്ള വ്യക്തി ഞാൻ എന്തായിരുന്നു എന്നുള്ളത് അത് ചെയ്യുമ്പോഴാണ്, അത് കാണുമ്പോഴാണ് അറിയുള്ളൂ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഒരു ഹാജിയാർ മതം മാറ്റത്തിനെ എതിർക്കുന്നൊരു ഹാജിയാർ, പക്ഷെ അത് ലോജിക്കലായിട്ട് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട് ഓഡിയൻസിന്. അല്ലാതെ ആ ഹാജിയാർ പറയുന്നില്ല ഇസ്ലാം തെറ്റാണെന്നല്ല, ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ മതം മാറേണ്ടത് എന്നുള്ള പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രമായിട്ട് ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു കഥാപാത്രമാണ്. സോ ഒരു കഥാപാത്രം വരുന്ന സമയത്ത് അതിലേക്ക് എഴുതിച്ചാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു അച്ഛനായിട്ട് 3 പെൺകുട്ടികളുടെ അച്ഛനായിട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു പടത്തിനകത്ത് ഗോകുലിൻ്റെ അച്ഛനായിട്ട് ചെയ്യുന്നത് സുരേഷ് ഗോഡ്മാൻ്റെ ഇതിലേക്ക്. അപ്പോൾ കഥാപാത്രം വരുന്ന സമയത്ത് ഞാൻ ഡയറക്ടറെ ഇൻ്റർഫിയർ ചെയ്യില്ല. എത്രയോ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഞാൻ ഒരിക്കലും മോണിറ്ററിൻ്റെ പുറകിൽ പോയിട്ട് ഞാൻ ചെയ്ത ഷോട്ട് ഞാൻ നോക്കില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, കൺവിൻസ്. ഞാനിതിനെ ഇൻ്റർഫിയർ ചെയ്യണം. ഇതൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചൻ എന്നുള്ള വലിയൊരു ആക്ടറിൻ്റെ. എന്നെപ്പോലൊരു തുക്കട ഡയറക്ടർ പടം ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹം മോണിറ്ററിന് പുറകിൽ വന്നൊന്നും നോക്കിയിട്ടില്ല എന്താണ് പിന്നെ ഈ ഷോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പഠിച്ചു അങ്ങനൊരു സംഭവമുണ്ട്. ഇത്രയും വലിയൊരു ആക്ടർ ആ കോൺഫിഡൻസ് ആ ഡയറക്ടർക്കാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ പുതിയ ആൾക്കാരെ പോലും ആ ഡയറക്ടർ ചെയറിൽ പോലും വന്നിരുന്നിട്ട് അത്രയും സമയം കളയാണ്. അപ്പം അതൊന്നും എൻ്റെ ഡിസിപ്ലിനിൽ പെട്ടിട്ടില്ല. എൻ്റെ പടത്തിലും എനിക്ക് ഐ വോണ്ട് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ വെച്ച് 5 പടം ചെയ്തിട്ടുണ്ട്, മമ്മൂക്കാനെ വെച്ച്
ഇവരാരും വന്നിട്ട് മോണിറ്ററിൻ്റെ പുറകിൽ വന്നിരുന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോൾ വന്ന് നോക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. സോ നമ്മളൊരിക്കലും ഒരു ഡയറക്ടറുടെ ചിന്തയെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി, ഐ എം നോട്ട് ഡൂയിങ് ദിസ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് മാറുക. യെസ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ പോയിട്ട് മോണിറ്ററിൽ വന്നിട്ട് ഇത് അങ്ങനെയല്ല അത് ഇങ്ങനെയല്ല എന്നാണ്. പിന്നെ ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് എന്താ വേണ്ട പറഞ്ഞ് ഞാനത് ചെയ്യാം. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടാമത് ചോദിച്ചോ, ഞാൻ വന്ന് നോക്കില്ല. ചിലപ്പോൾ തോന്നും അല്ല എനിക്ക് ഒന്നുകൂടെ എന്തെങ്കിലും ചെയ്യാനുള്ളത്, അപ്പോൾ പറയാം ഒന്ന് ടേക്കൂടായിട്ടാണ്. സോ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് രാധാകൃഷ്ണൻ എന്നുള്ള വ്യക്തിയെ ഞാൻ ഒരിക്കലും മറ്റിച്ച് കണ്ടിട്ടില്ല, ഡയറക്ടറായിട്ട് തന്നെ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് അധികം ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരു വ്യക്തി എഴുതുന്ന സമയത്ത് ഇപ്പോൾ കീർത്തിചക്ര എന്നുള്ള സിനിമ ഞാൻ എഴുതി എൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ആ സിനിമ അത്രയും വലിയൊരു ഹിറ്റായിരിക്കുന്നത്. അതിനുശേഷമുള്ള പലതും സമയം കിട്ടാത്തതുകൊണ്ടും പലതുകൊണ്ടും ആ ഒരു ലെവലിലേക്ക് ഇതുവരെ എനിക്കൊരു പടം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ടിക്കറ്റ് ഫോട്ടത്തിൽ നടന്ന സംഭവമാണ്, നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് നമ്മൾ രണ്ടാമതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിന്ത ആ ലൈനിൽ പോകും. അപ്പം അവിടെ ആ ക്യാരക്ടർ നമ്മളിപ്പം ഞാനെന്ന വ്യക്തി ഈ സിനിമയ്ക്കകത്ത് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊരു പോലീസ് ഓഫീസറിനെയാണ് ഈ ഡയറക്ടർക്ക് ആവശ്യം. അപ്പം അത് ചെയ്തു പൊലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനകത്തും മാനസിക സംഘർഷങ്ങളുണ്ട്. കാരണം ഒരു മർഡർ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു റേപ്പ് നടക്കുന്ന സമയത്തോ ചില സമയത്ത് നമുക്കറിയാം ഇത് ഇവനാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അവനിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്തുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അവിടെയാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് അവർ ചോദിക്കേണ്ട സമയമായിരിക്കും എനിക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അല്ലാതെ ഈ പോലീസിനെ ഒരു വെപ്പാട്ടിയാക്കി വെക്കരുത് അവർ. ഇന്നിപ്പോൾ നമ്മൾ പലയിടത്തും പേപ്പറിലൊക്കെ വായിക്കുന്നതാണ് പോലീസിനെ കൊണ്ട് ഗുണ്ടായിസം ചെയ്യിപ്പിക്കുക. ഇത് ആരാ ചെയ്യിപ്പിക്കുന്നത്? ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ. എന്തുകൊണ്ട് ഈ പോലീസുകാരെ ന്യൂട്രലായിട്ട് വിടുന്നില്ല? നിങ്ങൾ തീരുമാനിച്ചിട്ട് വാ. പക്ഷെ ഇല്ല, ഇവിടെ ഒരുത്തൻ ഗുണ്ടായിസം കാണിച്ചിട്ട് വെട്ടി കുത്തി തലയും കഴിഞ്ഞ് അപ്പോഴത്തേക്കും മോളിന്ന് വിളിയിടും, ഇതെൻ്റെ പാർട്ടിക്കാരനാണ് കേട്ടോ, അതൊക്കെ വിട്ടേക്ക്. അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഭരിക്കാൻ വന്നിരിക്കുന്നത്, ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ എന്നവർ അങ്ങനെ ആ ചിന്താഗതിയിൽ വരുന്നോ അന്ന് ഈ രാഷ്ട്രീയത്തിനോടുള്ള വിശ്വാസം നമുക്ക് കൂടും. അല്ലെങ്കിൽ 5 വർഷം ഒരുത്തം വരും, അവൻ തേച്ചിട്ട് പോകും, അടുത്ത 5 വർഷം വേറൊരുത്തം വരും, പിന്നെ അവനും തേച്ചിട്ട് പോകും. അപ്പോൾ ഈ ആദ്യത്തെ 5 വർഷക്കാരനെ മറന്നു അവൻ്റെ തെറ്റുകളൊക്കെ, പിന്നെ അവനെ പിടിച്ച് കയറ്റിയിടും. ഇതാണ് കേരളത്തിൽ കാണുന്നത്. സോ ഇറ്റ് ഈസ് ടു റെഡിക്കുലസ്. ഇത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനെന്തോ ഇത് എൻ്റെ ധാർഷ്ട്യം കാണാൻ പലരുടെയും മുഖത്ത്, അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ബാക്ക് സീറ്റ് എടുത്തത്. പക്ഷേ ഈ ബാക്ക് സീറ്റ് എപ്പോഴും കാണില്ല. ചില സമയത്ത് നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ നമ്മൾ മുന്നോട്ടങ്ങ് വരും, പിന്നെ നമ്മൾ പിന്നോട്ട് പോകില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമയാണ് എൻ്റെ ഒരു മീഡിയം. അപ്പോൾ അവിടെ ഞാൻ ഈ വിചാരിച്ചു എന്തിനാ ആൾക്കാരെ വെറുതെ വിഷമിപ്പിക്കുന്നു. ഞാൻ വിഷമിപ്പിച്ചില്ലെങ്കിലും എനിക്ക് വിഷമിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പ്രൊപ്പഗൻഡ അടിച്ചിറക്കും. അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി, എവിടെയാണെങ്കിലും അവിടെ ആൾക്കാർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചീത്ത ആളായിട്ട് മാറും. അപ്പോൾ അതിൽ നിന്ന് മാറി സ്വസ്ഥനായിട്ടിരിക്കുകയാണ്. കഥ എഴുതുന്നതല്ല, ഞാനത് ചിന്തിച്ചാണ്. ഇറ്റ് ഈസ് ടു ഹ്യൂജ്. ആ ഒരു സബ്ജക്റ്റൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഹോളിവുഡ് ടൈപ്പിലുള്ള നമുക്ക് ഇതൊക്കെ വെറുതെ പലരും അനൗൺസ് ചെയ്യുമായിരിക്കും. വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ചെയ്യും. നമുക്കത് മോനെ 2 ദിവസം ഞാനവിടെ നിന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് ഒരു ക്യാൻവാസിലേക്ക് ആക്കാൻ പറ്റില്ല. ബിക്കോസ് അത് അത്രയും ഭീകരമായിരുന്നു. ആ 2 ദിവസം ഞാൻ ഈ ഇട്ട ഡ്രസ്സും ആ ഒരു ട്രാക്ക് പാൻറ്റും ഷൂസും ഇട്ടിട്ട് ആ വെള്ളപ്പൊക്കത്തിന് ഉള്ളിൽ കൂടെ അതിൽ പാമ്പും ചേമ്പും പഴുതാരയും എല്ലാം കൂറയും എലി എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ നീന്തിയിട്ട് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും എലി നമ്മുടെ ഇതിലേ പോകുന്നു, പാമ്പ് ഇതിലേ പോകുന്നു, പഴുതാര മതിലിൻ്റെ മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം പഴുതാര കയറി കയ്യിന് മുകളിലിരിക്കും. കാരണം ഇവിടെ വെള്ളമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും കണ്ടിട്ട് പിന്നെ പഴുതാര കയറിയിരിക്കുന്ന സമയത്ത് എനിക്കറിയാം അവൻ കടിക്കില്ലാന്ന്. കാരണം അവനാകെ വെപ്രാളത്തിലാണ്. ഒരു പാമ്പാണെങ്കിലും ശരി അതിങ്ങനെ പോകുന്നുണ്ട്. ഏത് പാമ്പ് എന്ത് പാമ്പ്, കാരണം പിടിവിട്ടാൽ നമ്മളൊക്കെ പോയി ഒഴുക്കില്. അപ്പോൾ അവിടെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പിടിയും. കൂട്ടത്തിൽ 7 പേരുണ്ട്, ഇവന്മാരെ ആരെയും വിടാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പിടിച്ചിരിക്കുകയാണ്. ആ പിടിച്ചിരിക്കുന്ന ആരാണ്? ഈ 7 പേരും മുസ്ലിംസാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരുത്തനാണെങ്കിൽ ആ വെള്ളപ്പൊക്കം വന്ന് നല്ല രസം 7 എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വിട്ടുകൊടുക്കാം, 7 പോകുമല്ലോ എന്ന്.
ഇതൊക്കെയാണ് വർഗീയത എന്ന് പറയുന്നത്. പക്ഷേ വെള്ളം പൊങ്ങിയപ്പോൾ ഒരു വർഗീയതയും കണ്ടില്ല, എവിടെയും കണ്ടില്ല. എന്തൊരു സ്നേഹമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ബന്ധമുണ്ട്. രാത്രി ചിലപ്പോൾ 11 മണിക്കൊക്കെ ആയിരിക്കും ചിലവൻ്റെ മെസ്സേജ് വരും, സാറിൻ്റെ ഒരു വിവരമില്ല. അത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, ഒരു വിവരമില്ല. അദ്ദേഹം 2 ജീവനോടുണ്ട്. അവരും ഓടുകയാണ്, നമ്മളും ഓടുകയാണ്. അത് കഴിഞ്ഞ് പലരും അവരുടെ കച്ചവടങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നടക്കുന്നു. ഒരുത്തൻ്റെ ബെഡ് കമ്പനിയാണ്, അത് നിർത്താൻ വേണ്ടി നോക്കുന്നു. ഒരുത്തൻ കപ്പ കച്ചവടമാണ്, അത് നിൽക്കുന്നു. ഒരുത്തൻ കുക്കാണ്. അന്നുണ്ടായിരുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്നവർ മുഴുവൻ അവരവരുടെ ഓട്ടത്തിലാണ് ഇപ്പോൾ, അവരുടെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നൊരു 2 ദിവസമൊക്കെ ഗവൺമെൻറ് 5000 കൊടുക്കുന്നു, 10000 കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് റേഷൻ കാർഡ് നടക്കുന്നുണ്ട്. ഇപ്പം ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഗവൺമെൻറ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കും എന്നുള്ളതാണ് ഇപ്പം അതുകൊണ്ടാണെന്ന് ജനങ്ങൾ ആരും ചോദിക്കാത്തത്. നിങ്ങൾക്ക് എത്ര കിട്ടി, എന്ത് കിട്ടി, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്താ ചെയ്തു. സോ അതുകൊണ്ട് ഐ ഓൾവേസ് ടെൽ ദ വ്യൂവേഴ്സ്, എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങളെന്ത് ചെയ്തു, നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മളെന്ത് ചെയ്തു ഈ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ഫുൾ സമൂഹമാണത്. അവർക്ക് വേണ്ടി ഒരു സെൻട്രൽ ബോഡിയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ചില തെണ്ടികളുടെ ധാർഷ്ട്യം കാണുന്ന സമയത്ത് നമ്മൾ എലക്ട് ചെയ്ത് കുത്തിയിട്ട് യവന്മാരെ, അത് ഈ മിനിസ്ട്രി എന്നുള്ള ഏതും, അത് സെൻട്രലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, ചിലവന്മാരുടെ ധാർഷ്ട്യം കാണുമ്പോൾ വിചാരിക്കും ഇവൻ്റെയൊക്കെ വീട്ടിൽ നിന്നാണ് ഇവൻ മന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. ഈ വോട്ട് വാങ്ങിക്കാൻ വരുന്ന സമയത്ത് മൂക്കള ഒലിച്ചിരുന്ന കൊച്ചിനെ പിടിച്ചിട്ട് അതെല്ലാം ചീറ്റി കൊടുത്ത് ഉമ്മ വെച്ചിട്ട് അപ്പുറത്ത് പോയി ഡെറ്റോളിൽ കയ്യും കാലും വാഷ് ചെയ്തിരിക്കുന്ന മനുഷ്യനാണ് ഈ മന്ത്രിയായിട്ട് അവിടെ കയറിയിരിക്കുന്നത്. എന്നിട്ട് പറയാം, ചിലത് ഒരു മന്ത്രി നാളെ ചോദിക്കുന്ന കേട്ടല്ലോ ടി വിയിൽ, താൻ എൻ്റെ പാർട്ടിക്കാരനാണോ? ഒരു മന്ത്രി ചോദിക്കേണ്ട ചോദ്യമാണോ അതെല്ലാം? അപ്പോൾ ഇവർക്കും തലയ്ക്ക് സുഖമില്ലാത്ത പറഞ്ഞതിനെ പിടിച്ച് മന്ത്രിമാരാക്കിയിട്ട് വയ്ക്കും. സോ അപ്പം അതുകൊണ്ട് ജനങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഇവരൊന്നും ഡിപ്പെൻഡ് ചെയ്യല്ലേ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്തു കഴിഞ്ഞാലും, എന്ത് അക്രമങ്ങൾ കാണിച്ചാലും ശരി, 10 പോലീസുകാരെ പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അതൊരു സ്റ്റൈലായിട്ട് മാറിയിരിക്കുകയാണ്. ആര് കൊടുക്കുന്നു മോനെ ഈ പോലീസുകാരൻ്റെ ശമ്പളം? നമ്മളാണ് കൊടുക്കുന്നത്. അപ്പോൾ ടാക്സ് കൊടുക്കുന്ന എനിക്കൊക്കെ ഇതിൽ നല്ല ഖേദമുണ്ട്. ഇത് പാവപ്പെട്ട വല്ലവനും എത്തേണ്ടതാണ്. ഈ കാശാണ് പോലീസ് പ്രൊട്ടക്ഷനാണ്. എന്നിട്ട് ഈ പോലീസുകാരെ കൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? എടാ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് വന്നേ, അല്ലെങ്കിൽ 2 പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നേ, ഒരു ബീഫ് കറി വാങ്ങിച്ചിട്ട് വന്നേ. വീട്ടിലിരിക്കുന്ന സമയത്ത് ഉമ്മാരെ കൊണ്ട് ആ ജോലിയെ ചെയ്യിപ്പിക്കുന്നത്. അവരും നാണം കെട്ടിട്ട് തലയും താത്തിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. സോ നിങ്ങൾ അവരുടെ പോലും സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിരിക്കുകയാണ് പലരും. സോ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. റേസ് ജനങ്ങളിനി അത് ചോദിക്കണം, നിങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങൾ അതിനെന്താണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. നിങ്ങൾക്ക് ആ 5 ദിവസം പ്രളയത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ കണ്ണു തുറന്നിട്ട് പലതും ചെയ്തുകൂടാ? ഐ ക്യാൻ റിക്വസ്റ്റ് യു ഓൾ, ദാറ്റ്സ് ഓൾ വാട്ട് ഐ ക്യാൻ സേ. കാരണം ഇതിലാണ് ചില സമയത്ത് എൻ്റെ ഫ്രസ്ട്രേഷൻ പുറത്തേക്ക് വരുന്നത് പലരെയും. അപ്പം അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഞാൻ മാറ്റിവെക്കും. നമുക്കെല്ലാവരോടും ചിരിച്ച് കളിച്ച് എപ്പോഴും ആ ഒരു സ്മൈൽ ഫേസിനകത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക.